നമുക്കിനി ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കണം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ഇതെന്ത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇത്ര പെട്ടെന്ന് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അത് വളരെ നല്ലതാണ്, അതിനെ ഞാൻ ഒരുപാട് പ്രശംസിക്കുകയാണ്. ഇനി ബോറടിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഈ അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ശിവാട്ടനെ കഴിച്ചോളൂ. ആശംസ പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രാസംഗികമൊന്നല്ല, അത് 1952 കുറ്റിപ്പുറം സ്കൂളിലെ ഈ കൂട്ടായ്മ എല്ലാവർക്കും ഒരു സന്തോഷപ്രദമാണ്. അതുപോലെ ഇത് തുടക്കം മുതലേ നേടി നന്ദഗോപനെ ക്ഷണിച്ചോളൂ. അധ്യക്ഷൻ ശ്രീ KP സലീം, ഇന്നത്തെ ഈ സംഗമം ഉദ്ഘാടനം നിർവഹിച്ച കൊണ്ടുപോകുന്നത് ദിനാചാര്യന്മാരും അതിൻ്റെ പ്രവർത്തകരും മെമ്പേഴ്സും, അതൊരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. നിൽക്കുന്ന ഗ്രൂപ്പല്ല. രോഗികൾക്ക് മരുന്നെത്തിച്ചും മറ്റ് സഹായങ്ങൾ ചെയ്തും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെല്ലാം സുദൃഢമായ ഒരു സേവനമായി കരുതുന്നു. അതുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഒരുപാട് പറയണമെന്നുണ്ട്, ഒരു സമയപരിധി കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ 82 ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്, അവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളെ ടീച്ചർ ഇവിടെ പറയണ്ടായി ജിഷന ബസ്സിലിരുന്ന് പറഞ്ഞ കാര്യം. സത്യം പറഞ്ഞാൽ ഞാനത് പറഞ്ഞിരുന്നു, എനിക്കതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം എല്ലാ പരിപാടികളും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എല്ലാവരും നമസ്കാരമുണ്ട്. ഈ പരിപാടികൾക്ക് എല്ലാവരും ആശംസകളും. ഇന്നത്തെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത ശ്രീമതി റീന ടീച്ചർക്ക് 82 ബാച്ചിൻ്റെ വക ഒരു ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം ഈ ചിത്രം വരച്ചത് വിശ്വംഭരന്റെ മകൾ വിഷ്ണുമായയാണ്. വിസ്മയ സോറി. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപാഠികളെ, മറ്റു കുടുംബാംഗങ്ങളെ, എന്തിനപ്പം എനിക്കിത് തന്നെ അറിയാം. ഈ കൂട്ടത്തിലെ നിങ്ങളൊക്കെ വിചാരിക്കും എന്തൊക്കെ ഒരു വയസ്സുള്ള ആൾ ഈ കൂട്ടത്തിൽ, എനിക്ക് ഇവരക്കായൊക്കെ 3 വയസ്സിന് കൂടുതലാണ്. ഞാൻ 18 വയസ്സിൽ SSC ചെയ്ത്, ഇവരൊക്കെ 15 വയസ്സിലാണ്. എന്താ വെച്ചാൽ തോറ്റിട്ടൊന്നും കേട്ടോ, ഞാൻ ഇന്ന സ്കൂളിൽ ചേർത്തില്ല. അങ്ങനെ 8 വയസ്സിലാണ് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്. ഇവർക്കൊക്കെ അന്ന് 5 വയസ്സാണ്. എനിക്ക് 2 കുട്ടികളായിട്ട് ഒന്നുമായിട്ട് കല്യാണം കഴിച്ചു. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ വലിയൊരു കുട്ടിയായിരുന്നു, ഇവർക്കൊക്കെ അറിയാം. മുമ്മാരി പറഞ്ഞ വലിയൊരു കുട്ടിയായിരുന്നു, വലിയൊരു ചെക്കാണ് ബാപ്പ. ഇവരെ വലിയേട്ടനാണ്. പിന്നെ ഇപ്പം എന്താ അറിയാം, ഞാൻ ഈ ഗ്രൂപ്പിൽ ആരാന്നെ കുറിച്ച് കിട്ടാറുണ്ട്. നാട്ടാണ് ശരിയുമാണ് ആരാന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എൻ്റെ ബിസിനസ് ജീവിതത്തോട് കേട്ട് ഇങ്ങനെ പോവുക. ഞാൻ ചിന്തിക്കലില്ലാരും കാണില്ല. പിന്നെ സെക്കിനാനെ കാണും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കാണുന്ന പരിചയപ്പെടും, വർക്കിനെ കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ബന്ധത്തിന് ഞാൻ എൻ്റെ വൈക്കൂലി കുറേ വിലമണിച്ച് കുറേ കഴിച്ചു പോയി. പിന്നെ മീൻകച്ചവടം തുടങ്ങി ഭാരാബ്ദായി. അപ്പോൾ ഇവരൊക്കെ ഉമ്മാരി തരുന്നൊക്കെ പറയും. കേട്ടിച്ചേരിയിലൊരിക്കൽ വന്നു കാരണം 5 ഭാഗ്യവാനാട്ടോ, എനിക്ക് വാപ്പ പെട്ടെന്ന് പെണ്ണ് കിട്ടിയാണ്. ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നും പെണ്ണിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പിറ്റത്തെ പഠിച്ചതിൻ്റെ കല്യാണം. അപ്പോൾ ഉമ്മാർക്കറിയാം. അതിൻ്റെ ഒരു മകളുടെ മൂത്ത
പിന്നെ പെങ്ങളെ കല്യാണം കഴിക്കാൻ താഴെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ ഗ്രൂപ്പ് അന്ന് ഇങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കലാണല്ലോ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അത്ര അങ്ങോട്ട് നീട്ടി പറ്റി പറഞ്ഞില്ല ഞാൻ. ഇപ്പം എന്താ അറിയാം, ഇപ്പം നമ്മുടെ സ്കൂളിൽ ഒരു 100 കൊല്ലം മുതലുള്ള പിന്നെ ഓരോരോ ഗ്രൂപ്പുകളുണ്ട്. ഈ ഒരു മന്ത്രി MLA എന്നൊക്കെ പ്രവർത്തിച്ച ആളുകൾ, ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, പിന്നെ ഗ്രൂപ്പിൽ നിയന്ത്രിക്കുന്ന ആളുകളാരറിയാം, ഉണ്ണിമാഷ് HM അടക്കം ആയിട്ടുള്ള ഉണ്ണിമാഷ്, മിലിറ്ററി കമാൻഡറായിട്ടുള്ള മിഷൻ, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് SI ആയിട്ട് ജോലിക്കുള്ള സെലീമൊക്കെ നമ്മുടെ ഗ്രൂപ്പ് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ഗ്രൂപ്പിലുണ്ടാവും. പക്ഷേ ചേർത്ത് പിടിക്കണം. ഞാൻ ഇന്ന് ഇവർക്ക് ആരാന്നറിയോ, ഇവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ്, താഴെയുള്ള സഹോദരന്മാരാണ്. ഞാൻ ഇവിടെ സഹപാഠികളല്ല. എനിക്കിപ്പോൾ ഒരു രോഗം ഉണ്ടായിരുന്നു. രോഗം പിടിപെട്ടപ്പോൾ എന്നെ ചേർത്ത് വെച്ചത് എൻ്റെ കുടുംബത്തിനെ കുറ്റപ്പെടുത്തല്ല, എൻ്റെ കുടുംബത്തിന് കിട്ടുന്നതായും വലിയ പരിഗണനയാണ് ഇവിടെ ഭാഗത്ത് കിട്ടിയത്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കണ്ടല്ലോ. ഇതിൻ്റെ കുട്ടികൾ, എൻ്റെ സഹോദരന്മാർ എന്നെ ചേർത്ത് പിടിച്ചതിൻ്റെ ഫലമാണ് ഞാൻ മുന്നിൽ സംസാരിക്കുന്നത്. ഉണ്ണിമാഷിക്കറിയാനുസരിച്ച് എൻ്റെ സഹായിച്ചിട്ടുണ്ട്. ഞാനൊന്നത് ഒരിക്കലും മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ തുറന്ന പുസ്തകമാണ്. എനിക്കൊന്നും സമ്പാദിക്കാം. ഞാൻ മൂന്ന് മക്കളെ കല്യാണം കഴിച്ച് ഒരു മോനുണ്ട്. മോനക്ക് എൻ്റെ കാര്യം ആരാധിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ കാര്യം എന്നെ ചേർത്ത് പിടിച്ചെടുത്ത എൻ്റെ ഗ്രൂപ്പാണ്. ഈ കടപ്പാട് ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല. എനിക്ക് 62 വയസ്സായി. ഇവർക്കൊക്കെ ഇപ്പം എൻ്റെ സഹപാഠികൾക്കൊക്കെ 57 ആയിട്ടുള്ളൂ. 57, 58, 59 കൂട്ടിക്കൊടുക്കും. 62 ഇനി എത്ര കൂടങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവുമെന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ള കാലങ്ങളെ ചേർത്ത് പിടിക്കല്ല. ഞാൻ ഒരിക്കലും ഞാൻ മറക്കില്ല. എന്നോടുള്ള യാതൊരു ഇന്നൊരു മത്സ്യക്കച്ചവടക്കാരനായിട്ടുള്ള ഈ ഗ്രൂപ്പിലുള്ള ആളുള്ള ഒഴിവാക്കിയില്ല. ഞാൻ ചെറിയ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന ആളായിട്ട് ഒഴിവാക്കിയില്ല. എൻ്റെ വ്യക്തിബന്ധം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പം എന്നെ ആദരിക്കണമെങ്കിൽ ഇവരെന്നോടുള്ള ഞാൻ വീട്ടിൽ പാടില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിലുള്ള മുഖ്യ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷണിക്കണം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ സംഘടന ഉദ്ഘാടനം ചെയ്ത കുട്ടിപ്പണിച്ചം ടീച്ചർ, മറ്റ് വേദിയിലിരിക്കുന്ന സഹപാഠികളെ, മറ്റു കുടുംബാംഗങ്ങളെ, നമ്മുടെ 52 ബാച്ചിൻ്റെ ഒരു കുടുംബ സംഘമാണ് ഇവിടെ നടക്കുന്നത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് 52 ബാച്ച്. അതുപോലെ തന്നെ നമുക്കൊക്കെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ഉണ്ണിമാഷിൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ അധ്യക്ഷമായി നമ്മുടെ സെലീം അടച്ചറാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് ദിവസങ്ങളായി കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടെ ഈ യോഗം അറിയിക്കുന്നു. അതിനുശേഷം നമ്മളെ മറ്റു പരിപാടികൾ നടക്കുന്നതാണ്. ശാരീരികമായ അവസ്ഥ നമ്മോടൊപ്പം ശ്രീ പരമേശ്വരനെ ക്ഷണിച്ചു കൊടുക്കും. അജബന്ദാജബാനെ ആരെങ്കിൽ കടന്തൂതെ ആട്ടിയാൽ താരം നല്ല വീരപ്പമ്മൽ കിടന്തൂതേ
ഉണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട് ബദറത്തെ പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തെ ലിപ്പിച്ചു ചേലിൽ ബദറത്തെ പെണ്ണിന്റെ കൽബിൽ ഇങ്ങനെ കുറുത്തിരെ ആമ കുഞ്ഞരോ ആമ കുറുമ്പരോ എങ്ങത്തെ വെട്ടിരോ ഭൂമിയെ പണമോ അത്രയും വെട്ടിരയിട്ട് വയ്ക്കാൻ കുഞ്ഞിടങ്ങാതെ കഥ കേട്ട് നിന്നെ മിനികൂട്ട് മാറും ചൂടിൽ പൊന്നെ മദീന മദീന എൻ്റെ മദീന മെഹബൂബ് നബിയും എൻ്റെ മദീന 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 എൻ്റെ മദീന മെഹബൂബ് നബിയും എൻ്റെ മദീന പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു ലങ്കു മദീന പച്ചയിൽ പുതിച്ചുള്ള മദീന أصحابي هيا نذهب نمضي دوما نهو الملأ هيا ملأ قوت كلامي نتسابق بالكمال
ഇവിടെ ശ്രദ്ധിക്കാൻ, നമ്മുടെ ഗ്രൂപ്പിലെ പല മുതിർന്ന ആളുകൾ എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് അലി നമ്മളുടെ സഹപാഠിക്ക് ഒരു പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ് ആദ്യമായി നടക്കുന്നത്. അടുത്തതായി രക്ഷാ കല്യാണി കുമാരി അനന്യ അയാൻ അക്ബർ, അൽമാൻ അക്ബർ, ഐദിൻ അക്ബർ, അഴകനന്ദ, അനാമിക, ഐദിൻ അക്ബർ, അനാമിക, ഷൈഫ ഫാത്തിമ, മഹന, 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 ആദിൽ, റസീൽ, അസ്മില, ലിയ ഫാത്തിമ, സലാഹുദ്ദീൻ, വിസ്മയ. ഉപഹാര സമർപ്പണം ഇവിടെ പൂർണ്ണമാകുന്നു. സഹപാഠികളെ, 1982 കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കിയ സഹപാഠികളുടെ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. 2 വർഷമേ ഞാൻ കുറ്റിപ്പുറം സ്കൂളിൽ ഉണ്ടായിട്ടുള്ളൂ. 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും. ആ 2 വർഷം കൊണ്ട് ഒരുപാട് വർഷങ്ങളുടെ സൗഹൃദവും ചങ്ങാത്തവും എനിക്ക് കിട്ടുകയുണ്ടായി. അതിൻ്റെ സമ്പൂർണതയിൽ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരുമായും എനിക്കതിന് ശേഷവും നല്ല ബന്ധമുണ്ടായിട്ടുണ്ട്. 2002, 2012, 2022, 43 വർഷം, 42 വർഷത്തിന് ശേഷം നമ്മളിവിടെ ഒത്തുകൂടുകയാണ്.
42 വർഷങ്ങൾക്ക് പോലും നമ്മളുടെ ആ ഓർമ്മകളെ മണ്ണിട്ട് മൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും.